ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് സെൽഫ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമുക്കറിയാം ഇപ്പൊ പെരുന്നാൾ വരുവാണ്. അപ്പൊ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഇഷ്ടമാണ് നഖത്തിലൊക്കെ മൈലാഞ്ചി ഇട്ട് നല്ല ഡാർക്ക് സ്റ്റെയിൻ കിട്ടാനായിട്ട്. മുൻപൊക്കെ ആണെങ്കിൽ നമ്മൾ ഇല അരച്ചിട്ടൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം എല്ലായിടത്തും അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഈ ഡാർക്ക് സ്റ്റെയിൻ ഹെന്ന തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു 1 ടീസ്പൂൺ ജീരകയില്ലേ, കുഞ്ഞു ജീരകം, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര ഒരു 2 ടീസ്പൂൺ. പിന്നീട് തേയിലപ്പൊടി, നമ്മളുടെ ടീ പൗഡർ ഇല്ലേ, അത് ഒരു 1 ടീസ്പൂണും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാനൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഗ്ലാസ് ബൗൾ എടുത്തത്. അതിനുശേഷം ഞാനിവിടെ ഈ നമ്മൾ ഹെന്ന ഉണ്ടാക്കുന്ന ഒരു പാത്രമുണ്ട്. അപ്പം അതിനു വേണ്ടി മാത്രമായിട്ട് വെച്ചേക്കുവാണ്. അതിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. കാരണം അതിലൊരു കുറച്ച് ഡാർക്ക് സ്റ്റെയിൻ ആയിട്ടൊക്കെ വരും. നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡാർക്ക് സ്റ്റെയിൻ പോകും. പിന്നെ ഞാൻ ഇത് സ്ഥിരമായിട്ട് ചെയ്യാലോ വിചാരിച്ചിട്ട് ഈ ഒരു പാത്രം ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് വെച്ചേക്കുവാണെന്നേ ഉള്ളേ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം നടുവിലായിട്ട്. ആ നടുവിലെ സ്പേസിലേക്ക് നമുക്കൊരു കുഞ്ഞു പാത്രം വെച്ച് കൊടുക്കാം. കാരണം അതിലേക്കാണ് ഈ ഒരു ലിക്വിഡ് വന്ന് വീഴുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇതിന്റെ മുകളിൽ വെക്കാനായിട്ട് മറ്റൊരു പാത്രം എടുക്കാം. ആ പാത്രത്തില് കുറച്ച് വെള്ളം എടുത്താൽ, ഒരുപാട് വേണമെന്നില്ല, കുറച്ച് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ സീൽ ചെയ്യുന്നോ അല്ലെങ്കിൽ മുൻപൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഇത് മൈദയും കൊണ്ടൊക്കെ സീൽ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അത് വെളിയിലേക്ക് പോവാതിരിക്കാൻ. ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ആ ഒരു രീതിയിൽ. പക്ഷെങ്കിൽ എനിക്ക് ഒരിക്കലും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടേ ഇല്ല. ഇങ്ങനെ ചെയ്തപ്പോൾ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പം മൈദ കൊണ്ട് സീൽ ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് തീയൊന്നും ഇടുന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4-5 മിനിറ്റ് കേട്ടോ, അതിൽ കൂടുതൽ വെക്കുവേ വേണ്ട. അത്രയും എളുപ്പമാണ്. ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും, സൈഡിൽ കൂടെ ഇങ്ങനെ ആവിയൊക്കെ വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിത് എടുക്കാമേ. പിന്നെ ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വീണിട്ടുള്ള ആ ഒരു നീരാവി ഉണ്ടല്ലോ, അത് അങ്ങ് പോകും. നമുക്കപ്പൊ അത് വേണം. ഇപ്പൊ നമ്മൾ അകത്ത് വെച്ചേക്കുന്ന കുഞ്ഞു പാത്രത്തിൽ കുറേ ഈ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരുപാട് നേരം അവിടെ ഇരുന്ന് അത് ആവിയായി പോവാൻ അനുവദിക്കരുത്. അതിനുള്ളിൽ തന്നെ എടുക്കാം. അത് എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അതിന്റെ ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് കുറച്ച് ആട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ വീറ്റ് പൗഡർ അല്ലേ, അത്. അപ്പം ഈ ഒരു ലിക്വിഡിലേക്ക് വളരെ കുറച്ച് മാത്രം, ഒരു 1/4 ടീസ്പൂൺ ഒക്കെ മാത്രം വീറ്റ് പൗഡർ ഇട്ടിട്ട് ഒന്ന് ഇളക്കി നോക്കണം. അപ്പോൾ നമുക്ക് എടുക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒലിച്ചു പോവാത്ത രീതിയിൽ വേണം അതിന്റെ കൺസിസ്റ്റൻസി വരാനായിട്ട്. ഞാനപ്പം അത് നോക്കിയപ്പോഴത്തേനും കുറച്ചും കൂടെ അത് ലൂസ് ആയിട്ടുണ്ട്. നമുക്കൊരു ഇത്തിരി കൂടെ കട്ടിയാക്കാമെന്ന് വിചാരിച്ചു. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നഖത്തിലിടുമ്പോഴത്തേക്കിനും അതിങ്ങനെ താഴെക്കൂടെ സൈഡിൽ കൂടെ ഒക്കെ ഒലിച്ചു പോവാതിരിക്കുള്ളൂ. അപ്പൊ കുറച്ചും കൂടി ഈ വീറ്റ് പൗഡർ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്കിനും ഈ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. ഇത്രയും എളുപ്പമാണ്. അപ്പൊ ഇതൊരു 4-5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് ആയിട്ടുണ്ടാവും കേട്ടോ. അതിൽ കൂടുതൽ വെച്ചാൽ ഈ വെള്ളം ഫുൾ അങ്ങ് തീർന്നു പോകും. അപ്പൊ ഇനി നമുക്കിത് നമ്മളുടെ നെയിൽസിൽ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ടൂത്ത് പിക്ക് എടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു നമ്മുടെ വുഡൻ സ്ക്യൂവേഴ്സ് ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ നെയിൽസില് ഓൾറെഡി ഞാൻ കുറച്ച് ഇട്ടിട്ട് നല്ല റെഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം തന്നെ ഇടുമ്പോഴത്തേക്കിനും ഫുൾ ആയിട്ട് അങ്ങ് ഭയങ്കര ഡാർക്ക് കളറിലേക്ക് ഒറ്റ തവണ തന്നെ വരണം എന്നില്ല. കുറച്ച് ഡാർക്ക് കളർ വരും. പക്ഷേങ്കിൽ ഒരു തവണയും കൂടെ ഒക്കെ ഇട്ടാൽ ഇപ്പൊ എന്റെ നെയിൽസിൽ കാണുന്നത് പോലെ നല്ല ഡാർക്ക് സ്റ്റെയിൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇത് തന്നെ നമുക്ക് കുട്ടികളുടെ കയ്യിലുമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ മോളുടെ കയ്യിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ ഒരുപാട് നേരം അത് ഇട്ടോണ്ടിരിക്കത്തുമില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം അവർക്കൊരു ഹാഫ് ആൻ അവർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുട്ടിയുടെ കയ്യിൽ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ തന്നെ അത് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് കഴുകി കളയുമായിരുന്നു. പിന്നെ നമ്മൾ കഴുകിയ ഉടനെ തന്നെ പെട്ടെന്നൊരു കളറ് കുറച്ച് കുറവായിരിക്കും. പക്ഷെങ്കിൽ കുറച്ച് അവേഴ്സ് കഴിയുമ്പോഴത്തേക്കിനും നല്ല ഡാർക്ക് സ്റ്റെയിൻ വരും.
അപ്പൊ ഇതിപ്പം ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് ഇത് മാറ്റി നോക്കാമേ. ഈ ഹെന്ന ഇട്ടേക്കുന്നത് മാറ്റി നോക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ കാണുമ്പോഴത്തേക്കിനും അറിയാം ഞാൻ ഇത് ഇട്ടിട്ട് വേറെ ജോലിയൊക്കെ ഇടയ്ക്കൂടെ ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കിനും ഇതിന് മുന്നേ ഇട്ടതിന്റെ ആട്ടോ. അന്നേരം ഈ സ്കിന്നിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്നൊന്നും പോയിട്ടില്ല. അത് കുറച്ച് ഡാർക്ക് സ്റ്റെയിൻ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എടുത്തിരുന്ന അത്രയും ഒരു ക്വാണ്ടിറ്റി ജീരകം, ഷുഗർ, അതേപോലെ ടീ പൗഡർ ഇട്ടതിന് കിട്ടിയ ആ ഒരു ലിക്വിഡ് കണ്ടല്ലോ. അങ്ങനെ കൂടുതൽ ലിക്വിഡ് കിട്ടുവാണെങ്കിൽ അത് നമുക്കൊരു ചെറിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യമുള്ളപ്പം മാത്രം എടുത്ത് ഈ വീറ്റ് പൗഡറുമായിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താലും മതി. നമ്മൾ ഇതേപോലെ വീട്ടിലുണ്ടാക്കി എടുക്കുന്നതാണെങ്കില് ഒരു 2 തവണ ഇടുമ്പോ തന്നെ ഡാർക്ക് സ്റ്റെയിൻ കിട്ടും. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വീണ്ടും വീണ്ടും അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇട്ട് കൊടുക്കും. അപ്പൊ അത് കാരണം നമുക്ക് എപ്പോഴും ഡാർക്ക് സ്റ്റെയിൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് കമന്റിൽ അറിയിക്കണം. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.